വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഹിന്ദു ഭക്തരെ, സദസ്സിലിരിക്കുന്ന ഹിന്ദു ഭക്തരെ, വളരെ വൈകിയിരിക്കുന്നു ഈ ചടങ്ങ്. ഇനി അല്പനേരം കൂടി പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ശേഷി ആർക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. കാരണം ഇതുപോലുള്ള ഒരു ചടങ്ങ് ഇത്രയേറെ നീണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേൾവിക്കാർക്ക് എത്ര നല്ലത് പറഞ്ഞാലും അതിനെതിരായി ചിന്തിക്കാൻ തോന്നും എന്നതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ആദ്യമേ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്ക്, പ്രത്യേകിച്ച് ഗോപാൽജിക്ക് നന്ദി. ഞങ്ങൾ മറുനാടൻ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് നിങ്ങൾക്കൊക്കെ അറിയാം. ആ കാലയളവിൽ ശക്തമായി ഞങ്ങളെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. അന്ന് ആരും വിളിക്കാതെ ഓഫീസിലേക്ക് കടന്നു വന്ന് പിന്തുണ അറിയിക്കുകയും ഞങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു മഹാനാണ് ഗോപാൽജി എന്നത് തന്നെ ഈ ചടങ്ങിലേക്ക് എന്നെ വന്ന് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി വരാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ ഈ വേദി അദ്ദേഹത്തിനുള്ള ഒരു നന്ദി പ്രകാശന വേദി കൂടിയാക്കുന്നു. എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. മനുഷ്യ ജീവിതം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പൂർത്തിയാകുന്നത് അവൻ്റെ ശരീരത്തിനൊപ്പം അവൻ്റെ ആത്മാവല്ലെങ്കിൽ മനസ്സുകൂടി ഉള്ളതുകൊണ്ടാണ്. ശരീരത്തിന് വേണ്ടിയാണ് രാഷ്ട്രങ്ങൾ, ശരീരത്തിന് വേണ്ടിയാണ് സാമ്പത്തിക ശാസ്ത്രങ്ങൾ, ശരീരത്തിന് വേണ്ടിയാണ് ഭരണകൂടം. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർത്തിയാകണമെങ്കിൽ അവൻ്റെ മനസ്സ് അവനെ എങ്ങോട്ട് നയിക്കുന്നുവോ ആ വഴി ശരിയിലേക്കുള്ളതാണ്, അവൻ്റെ പരമാത്മാവിലേക്കുള്ള യാത്രയ്ക്കുള്ളതാണ് എന്ന ബോധ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ജീവിതം തന്നെ പൂർത്തിയാകുന്നത് ഈ ആത്മാവിലേക്കുള്ള മനസ്സിലേക്കുള്ള വഴിയാണ്. അതിനാണ് മതം. മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്, നയിക്കുന്നതാണ് മതം. ആ മതപാരമ്പര്യം തുടങ്ങുന്നത് നമ്മുടെ ഈ ഭാരതത്തിലാണ്, നമ്മുടെ മഹത്തായ ഭാരതത്തിലാണ്. ഭാരതത്തെ നോക്കി പഠിച്ചതാണ്, അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയതാണ് മറ്റെല്ലാ മതങ്ങളും. ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പലരും പറയും ഏകദൈവ വിശ്വാസം ഹിന്ദുമതത്തിനില്ല എന്ന്. അതവർ ഗീത വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്, ഹിന്ദു വിശ്വാസം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരംഭിക്കുന്നത് ഹൈന്ദവ ദർശനങ്ങളിലാണ്. പക്ഷെ ഒരു മനുഷ്യനെ, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ചിന്തകളെ ഇടുങ്ങിയ തലങ്ങളിലേക്ക് ഇടിച്ചിരുത്താതെ അവനെ സ്വതന്ത്രനാക്കുന്ന, അവന് കാണുന്ന ചുറ്റുപാടുകളെ, പ്രകൃതിയെ, അമ്മയെ, സുഹൃത്തുക്കളെയൊക്കെ പോലും ദൈവമായി കരുതാൻ കഴിയുന്ന മഹത്തായ ഒരു സങ്കല്പത്തിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഹൈന്ദവ സംസ്കാരവും വിശ്വാസവും. ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇവിടെ നമ്മൾ കാണുന്നവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ദീർഘിപ്പിക്കാതെ തന്നെ. ഇത് ഭാരതത്തിൻ്റെ നൂറ്റാണ്ടാണ്. അത് ഭൗതിക, ഞാൻ മുമ്പ് പറഞ്ഞ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം, ഭൗതിക ഭരണത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, ആത്മാവിൻ്റെ കാര്യമാണെങ്കിലും ശരി. നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രങ്ങളും കണ്ടു. മുതലാളിത്തം അതായിരുന്നു പരിഷ്കൃതമായി ലോകത്തെ മുഴുവൻ നയിച്ചിരുന്നത്. പിന്നീടാണ് സോഷ്യലിസം വരുന്നത്. ഗാന്ധിസം പരിശ്രമിച്ചു മടന്നുപോയി. അങ്ങനെ പല തത്വശാസ്ത്രങ്ങളും വന്നെങ്കിലും അതൊക്കെ പരിഷ്കൃതമായി ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ മനുഷ്യന്റെ ലാഭേച്ഛയെ ഉൾക്കൊള്ളുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തെ സാമ്പത്തികമായി അല്ലെങ്കിൽ ശാരീരികമായി നിയന്ത്രിക്കുന്നത്. അതിലേക്കുള്ള കാൽവയ്പ് ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ മാത്രമേ അത് പൂർത്തിയാകൂ. അല്ലെങ്കിൽ വല്ലാത്ത ലാഭേച്ഛയിൽ ലോകം മനുഷ്യനെ മറക്കുന്ന കാലമുണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഒരു വശത്ത് നമ്മുടെ വലിയ ഭൗതിക വളർച്ച, സാമ്പത്തിക വളർച്ച, അതേസമയം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ മനുഷ്യന്റെ മനസ്സിനെയും ആത്മാവിനെയും കൂടി സ്വീകരിക്കുന്ന വളർച്ച. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലം സാമ്പത്തികമായാണെങ്കിലും ഭൗതികമായ ആണെങ്കിലും നമ്മുടെ നാടിൻ്റെ വളർച്ച വലിയ തോതിലേക്ക് നമ്മൾ വളരുകയാണ്. 1-2 വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി നമ്മൾ മാറും. 3ാമത്തെ, അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ. പിന്നെ അവിടെ നിന്ന് കുതിപ്പാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള യാത്ര. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചരിത്രം ആവശ്യപ്പെട്ട തരത്തിൽ മോദി സർക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു വശത്ത്, മറുഭാഗത്ത് ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യം. അത് മുമ്പ് നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞിരുന്നത് പോലെ അതൊരു കൊടുങ്കാറ്റിലും നഷ്ടപ്പെടാതെ
ഒരു പേമാരിയിലും മുങ്ങിപ്പോവാതെ ഏതെല്ലാം തരത്തിലുള്ള അധിനിവേശങ്ങൾ ഉണ്ടായെങ്കിലും ആ അധിനിവേശങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളർന്ന് പന്തലിക്കുകയാണ്. ആ നൂറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യം ഇനിയാണ് പുഷ്പിക്കാൻ പോകുന്നത്. ഭാരതത്തിന്റെ സംസ്കാരം, ഹൈന്ദവ സംസ്കാരമാവട്ടെ, ആർഷ സംസ്കാരമാവട്ടെ, സനാതന ധർമ്മത്തിന്റെ സംസ്കാരമാവട്ടെ, അത് ലോകത്തിന്റെ ആത്മീയതയെ നിയന്ത്രിക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഒരു തർക്കവും വേണ്ട. ഭാരതീയമായ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആത്മീയ സംസ്കാരത്തെ മറക്കാനോ തള്ളിക്കളയാനോ ആർക്കും കഴിയാത്ത ഒരു കാലം വരുന്നു. അത് ഒരു പക്ഷേങ്കിൽ ഏത് മതത്തിന്റെ ആണെങ്കിലും, ഇത് ക്രൈസ്തവ മതമാവും ഇസ്ലാം മതമാവും, പക്ഷേ ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ പാരമ്പര്യത്തിന് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ചുകൊണ്ട് ഇനിയുള്ള കാലം അത് ചിട്ടയോടെ അടുക്കോടെ ലോകത്തെ സ്വാധീനിക്കാൻ പോവുക. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ പ്രതിസന്ധികളുടെയും അതിജീവനത്തിന്റെയും ആയിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരത സംസ്കാരത്തിന്റെ കാലമാണ്. ഒരു വശത്ത് ആർഷഭാരത സംസ്കാരത്തിന്റെ വളർച്ച, മറുവശത്ത് ഇന്ത്യ എന്ന ഭാരതം എന്ന സാമ്പത്തിക ശക്തിയുടെ വളർച്ച. ഇത് ഇനി നമ്മുടെ മക്കൾ ഭാഗ്യം ചെയ്തവരാ. അവർ കാണാൻ പോകുന്നത് സുന്ദരമായ ഭാരതത്തെയാണ്. അവർ കാണാൻ പോകുന്നത് ഭാരത സംസ്കാരത്തിന്റെ പരിപുഷ്ടിയാണ്. അതുകൊണ്ട് ആ അവസരത്തിന്റെ തുടക്കക്കാരാണ് നമ്മൾ. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഭാരതീയൻ എന്നതിൽ, ഒരു ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ അഭിമാനം എന്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ തലമുറയുടെയും വരാൻ പോകുന്ന തലമുറയുടെയും പ്രതീക്ഷയാണ്, വെളിച്ചമാണ്. ജയ് ഹിന്ദ്.